നീലാംബരി രാഗം നീ മൂളിയെത്തുമ്പോൾ നനയുന്നു ഞാനാ മഴയിൽ, കുളിരോർമകൾ തൻ പുഴയിൽ. നീലാംബരി രാഗം നീ മൂളിയെത്തുമ്പോൾ നനയുന്നു ഞാനാ മഴയിൽ, കുളിരോർമകൾ തൻ പുഴയിൽ. ഇനി ഏതു തീരത്തോ നാം തണൽ തേടിയണയും വീണ്ടും, ഇനി ഏതു നികുഞ്ചത്തിൽ നിലാവിൻ്റെ പൂക്കൾ ചിരിക്കും. ഇനി ഏതു തീരത്തോ നാം തണൽ തേടിയണയും വീണ്ടും, ഇനി ഏതു നികുഞ്ചത്തിൽ നിലാവിൻ്റെ പൂക്കൾ ചിരിക്കും. നീലാംബരി രാഗം നീ മൂളിയെത്തുമ്പോൾ നനയുന്നു ഞാനാ മഴയിൽ, കുളിരോർമകൾ തൻ പുഴയിൽ. കാറ്റ് നിലാവ് പോലും പാടുന്നുവോ നിന്റെ മോഹം, പുലർമഞ്ഞു തുള്ളി പോലും തേടുന്നുവോ നിന്റെ സ്വപ്നം. നീലാംബരി രാഗം നീ മൂളിയെത്തുമ്പോൾ നനയുന്നു ഞാനാ മഴയിൽ, കുളിരോർമകൾ തൻ പുഴയിൽ. നമസ്കാരം. നാട്ടിലെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യണം. എന്താ ചെയ്യണം? എന്താ ചെയ്യണം? ഞാൻ ഇപ്പൊ +1 പഠിക്കാൻ. ഞാൻ ഇവിടെ അടുത്ത തൃക്കാവ് പറഞ്ഞ സ്കൂളിലാണ് പൊന്നാനി. പൊന്നാനി തൃക്കാവ് അല്ലേ? നമ്മുടെ നാട്ടിലാണ്. മ്യൂസിക് പഠിക്കാൻ തുടങ്ങിയിട്ട് 2.5 കൊല്ലായി. ആരാണ് എവിടെയാണ് പഠിക്കുന്നത്? ഞാനിവിടെ എന്താ പറയാ തൃക്കാവ് ആയിരുന്നു പഠിച്ചിരുന്നത്. ഇപ്പൊ അവിടുന്ന് ക്ലാസ് മാറ്റിയിട്ട് ഇപ്പൊ ദയാനന്ദ അവിടെ ആ വിദ്യാനികേതന്റെ അവിടെ ആക്കിയിട്ടുണ്ട്. പൊന്നാനി തന്നെ അല്ലേ? മാഷയുടെ പേര് സനൽ എന്നാണ് പേര്. എത്ര വർഷമായിട്ട് ഇപ്പൊ സനൽ മാഷടുത്ത് പഠിക്കുന്നു? ഞാനിപ്പോ 2.5 കൊല്ലായി. വീട്ടില് അച്ഛണ്ട്, അമ്മ ഉണ്ട്, പിന്നെ 2 അനിയന്മാര്, മാമന്, അമ്മമ്മ, പിന്നെ ഞാൻ. അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്, തിരൂരാണ്. അമ്മ ഒരു എടപ്പാൾ ഒരു ബോട്ടിക്കില് പോയിരുന്നു, ഇപ്പൊ അത് നിർത്തി. പിന്നെ ഇപ്പൊ പുതിയ ബോട്ടിക്കില് പോവാണ്. ഇപ്പൊ 5-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യും. പോവലുണ്ട്. ഞാനൊരു ട്രൂപ്പില് പോകുന്നുണ്ട്. ഞാന് തിരൂര് അച്ഛന്റെ വീട്ടില് അവിടെ ഉള്ള എല്ലാരും ഉണ്ട്. പിന്നെ അച്ഛന്റെ ഫാമിലിയില് ഒരേട്ടനുണ്ട്, ഇന്റെ ഏട്ടൻ തന്നെയാണ്. ഞങ്ങള് തൃക്കണ്ടൂർ ഭദ്രകം എന്ന് പറഞ്ഞിട്ടുള്ള പേരിലാണ് പോകുന്നത്. ഭക്തിഗാനമേള ആയിട്ടും പിന്നെ അതേപോലെ ഭക്തിഗാനമേള എന്ന് പറയുമ്പോ അത് നമ്മള് ഭദ്രകം എന്ന് പറഞ്ഞ പേരിലാണ് പോണത്. പിന്നെ നമ്മളുടെ സിനിമ അങ്ങനെയുള്ളതൊക്കെ പ്രണവം മ്യൂസിക്കൽ ബാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള പേരിലാണ് പോകുന്നത്. ഞാനിപ്പോ 10th മാത്രമേ പോയിട്ടുള്ളൂ, അങ്ങനെ പോവലൊന്നുമില്ല. ഞാന് ലൈറ്റ് മ്യൂസിക്കിന് ഉണ്ടായിരുന്നു, പിന്നെ ഗ്രൂപ്പ് സോങ്ങിനും ഉണ്ടായിരുന്നു. അത് ഒരാൽബാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. കാരണം അത് സാറ് അയച്ചതാണ്, ഓഡിയോ ക്ലിപ്പായിട്ടാണ് അയച്ചെന്നുണ്ടായിരുന്നത്. അത് സ്കൂളില് പഠിപ്പിക്കുന്ന ഒരു സാറാണ്, ഇപ്പൊ ലാബ് ഡ്യൂട്ടി ഉള്ള ഒരു സാറാ. അപ്പൊ സാറ് പറഞ്ഞിട്ടാണ് ഇപ്പൊക്ക് അയച്ചെന്നുള്ളത്. സാറിന്റെ പേര് സുനിൽ എന്നാണ് പേര്. അത് ലാബില് ഡ്യൂട്ടി ഉള്ള സാറാണ്. അപ്പൊ ഞങ്ങളുടെ വെള്ളിയാഴ്ചത്തെ കുറെ ഇന്റർവെൽ ടൈം കുറെ ഉണ്ട്, 1 മണിക്കൂറിന്റെ ഇന്റർവെൽ ടൈം. അപ്പൊ ആ ടൈമില് ഒരു റേഡിയോ എന്ന് പറഞ്ഞ പ്രോഗ്രാം സ്കൂളിൽ നടക്കുന്നുണ്ട്. അപ്പൊ എന്നോട് അതിൽ പാടാൻ വേണ്ടിട്ട് ഈ പാട്ട് സജസ്റ്റ് ചെയ്തതാണ്. ഞാനിപ്പോ ആ പാട്ട് ഇനിയിപ്പോ ഈ വെള്ളിയാഴ്ച പാടാൻ പറ്റില്ല, സ്കൂൾ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഈ വരുന്ന ആഴ്ചയില് പാടണമെന്ന് വിചാരിക്കുന്നുണ്ട്. തുമ്പപ്പൂ എന്നാണ് പാട്ടെന്ന് പറഞ്ഞത്. തുമ്പപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു നടക്കില്ലെന്നറിയാം.
നീ എൻ്റെ ഊഞ്ഞാൽ ചോട്ടിൽ കാണില്ലെന്നറിയാം. തുമ്പപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു നടക്കില്ലെന്നറിയാം. നീ എൻ്റെ ഊഞ്ഞാൽ ചോട്ടിൽ കാണില്ലെന്നറിയാം. അന്തിക്ക് തിരികൾ തെളിച്ചും സീമന്തത്തിൽ എന്നെ വരച്ചും നീ എൻ്റെ ശ്വാസക്കാറ്റിൽ കുളിരില്ലെന്നറിയാം. മിഴിയിലയിൽ നോവിൻ മഞ്ഞു പൊഴിക്കില്ലെന്നറിയാം. മിഴിയിലയിൽ നോവിൻ മഞ്ഞു പതിക്കില്ലെന്നറിയാം. തുമ്പപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു നടക്കില്ലെന്നറിയാം. നീ എൻ്റെ ഊഞ്ഞാൽ ചോട്ടിൽ കാണില്ലെന്നറിയാം. ഇനി എന്നിൽ സ്വപ്നമുള്ള പടത്തിൽ എന്നറിയാം. പനിമതിയായി സ്നേഹനിലാവ് പൊഴിക്കില്ലെന്നറിയാം. ഉലയുന്നെൻ പ്രണയച്ചില്ല കൊഴിയുന്ന അനുരാഗപ്പൂക്കൾ നീ വന്നതിലും നെടുക്കില്ലെന്നറിയാം. എൻ പാട്ടിനു നിന്റെ തമ്പുരു മീട്ടില്ലെന്നറിയാം. ആവായാൽ നിഴലും കൂടെ പോരില്ലെന്നറിയാം. പേമഴയിൽ നീ എൻ കൂടെ ചേരില്ലെന്നറിയാം. നെഞ്ചത്തെ പ്രാവിൻ കുറുകൾ അമ്പിൻ മുനയാലി നിനച്ചാൽ നീ അതിനെ മാറിൽ ചേർത്തു വിതുമ്പില്ലെന്നറിയാം. നീ ചൊല്ലും കഥയിൽ പോലും ഞാനില്ലെന്നറിയാം. തുമ്പപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു നടക്കില്ലെന്നറിയാം. നീ എൻ്റെ ഊഞ്ഞാൽ ചോട്ടിൽ കാണില്ലെന്നറിയാം. നീ എൻ്റെ ഊഞ്ഞാൽ ചോട്ടിൽ കാണില്ലെന്നറിയാം. താങ്ക് യു. നല്ല ശബ്ദമുണ്ടോ? ഇപ്പൊ സൗണ്ട് അടഞ്ഞതാണ്. ഇപ്പൊ എന്താ ചുമയും ജലദോഷം കഫക്കെട്ടൊക്കെ ഉണ്ട്. ഏതുതരം പാട്ടുകളാണ് കൂടുതൽ പാടാറ്? അടിച്ചപൊളി പാട്ടൊക്കെ പാടാറുണ്ട്? അടിച്ചപൊളി പാട്ടൊക്കെ പാടാറുണ്ട്? പാടാറുണ്ടോ? പാടാറൊക്കെ ഉണ്ട്. അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. എന്നെ കൊണ്ട് ഞാന് ശ്രമിക്കും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്രമിക്കും. നമ്മളെ എന്താണ് ഫാസ്റ്റ് സോങ്ങും പിന്നെ അതേപോലെ നല്ല സ്ലോ ആയിട്ടുള്ളതും പിന്നെ മെലഡി അങ്ങനെയുള്ളതൊക്കെ. പ്രോഗ്രാമിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പോകാൻ താല്പര്യമുണ്ടോ? ഞാൻ പോവലുണ്ട്. സന്തോഷം. താങ്ക് യു. നമസ്കാരം.